സുവിശേഷത്തിൽ പല പ്രാവശ്യം പറയുന്നൊരു രഹസ്യമാണിത്. ഈശോ തന്നെ പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ ബോധ്യമായിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ നീതി എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റൈറ്റിയസ്നെസ്? ദൈവത്തിൻ്റെ നീതി എന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ദൈവത്തിൻ്റെ നീതി. പക്ഷേ ഒരു ഉദാഹരണം മതി വളരെ എളുപ്പം അത് മനസ്സിലാക്കാൻ. ഒരു ഉദാഹരണം. ഈശോ പറഞ്ഞു, ജെറുസലേമേ ജെറുസലേമേ, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ നിന്നെ സംരക്ഷിക്കാൻ എത്രമാത്രം ദാഹിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി ഈ പിടക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെയുള്ള ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. എളുപ്പം മനസ്സിലാവില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കോഴി കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ഒരു പിടക്കോഴി 5-10 കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുക. ഈ കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളെ തീറ്റിച്ചും ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് പിടക്കോഴി അല്ലെങ്കിൽ പിടക്കോഴിക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പിടക്കോഴി ആദ്യം വന്ന് അതെല്ലാം കൊത്തി മുറിച്ചൊക്കെ കഷ്ണമാക്കി കുഞ്ഞുങ്ങളെ തീറ്റിക്കണ നേരത്ത് ഈ പിടക്കോഴി ആ നേരത്ത് ഭക്ഷണം കഴിക്കില്ല, തിന്നില്ല, ഭക്ഷണം ഈ തീറ്റ കഴിക്കില്ല. മറിച്ച് പിടക്കോഴി എന്ത് ചെയ്യും? പിടക്കോഴി കുറച്ച് ദൂരെ നീങ്ങി നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും പരുന്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പക്ഷികൾ ദൂരെ പറക്കുന്നത് കാണുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപകടകരമാവുന്ന എന്തോ അവിടെ സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞാൽ ഉടനെ പിടക്കോഴി ഒരൊച്ചയുണ്ടാക്കും. ഈ ഒച്ചയുണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഓടി പിടക്കോഴിയുടെ അടുത്തേക്ക് വരും. പിടക്കോഴി ചിറക് നിവർത്തി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നു. പരുന്ത് താഴെ വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങളൊന്നും കാണാനില്ല. കുഞ്ഞുങ്ങളെല്ലാം എവിടെയാ? ചിറകിൻ കീഴിൽ. ഇങ്ങനെ ഉള്ള ഒരു സ്വഭാവം ദൈവത്തിനുണ്ട്. ഇന്നലെ നമ്മളൊരു സ്വഭാവം പഠിച്ചു. ഏതാ? തിന്മയിൽ നിന്നും നന്മ ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വഭാവം. ഇത് വേറൊരു സ്വഭാവമാണ്. എന്താ ഈ സ്വഭാവം? തൻ്റെ കുഞ്ഞുങ്ങളെ ജീവൻ കൊടുത്തു പോലും സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം. ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് സംരക്ഷിക്കുന്ന ഒരു ശക്തിയാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ തിന്മയിൽ വീഴാതെ സംരക്ഷിക്കുന്ന ഒരു ശക്തി. ആ സംരക്ഷണത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സുവിശേഷത്തിൽ ധാരാളം സ്ഥലത്ത് പറയുന്നുണ്ട്. നമ്മൾ മുഴുവനും പട്ടാളക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പട്ടാളക്കാരെ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ദൈവത്തിൻ്റെ ആ ശക്തി, അവിടെ അദൃശ്യമല്ലാത്ത ഒരു സംരക്ഷണത്തിൻ്റെ ശക്തി അവിടെ നമ്മൾ കാണുന്നില്ല. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആ പെടക്കോഴിയുടെ മനോഭാവമാണ്. ഇനി അത് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പുരയിടത്തിൽ നമ്മുടെ മക്കളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. മോള് കളിച്ച് ഡാൻസ് ചെയ്ത് തുള്ളിച്ചളിച്ച് പിള്ളേരൊക്കെ കളിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴി പണ്ടെങ്ങാണ്ട് എന്തിനു വേണ്ടി കുഴിച്ചിട്ടത് നമ്മൾ മൂടിയില്ലാതെ അങ്ങനെ കിടന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ കുഞ്ഞ് കളിച്ച് ഈ കുഴി പോയി ചാടി. കുഴിയിൽ ചാടി, കുഴിയിൽ വീണു, മേലെല്ലാം കുപ്പിച്ചില്ലെല്ലാം കൊണ്ട് മുറിഞ്ഞു. അപ്പോഴാണ് കുഞ്ഞ് വാവിട്ട് കരയുകയാണ്. അപ്പോഴേക്കും മമ്മിയും പപ്പയും ഓടിച്ചെന്നു. അയ്യോ എൻ്റെ മോളെ, എന്തു പറ്റിപ്പോയി മോളെ? സാരമില്ലട്ടോ. അതിനെടുത്ത് വാരി പുണർന്ന് ഉമ്മ വെച്ച് ആ മുറിവുകളെല്ലാം കഴുകി പൗഡറിട്ട് മരുന്നെല്ലാം കിട്ടിക്കഴിഞ്ഞ കുഞ്ഞിന് വളരെ ആശ്വാസമായി. ഭയങ്കര സ്നേഹം അമ്മയുടെ അപ്പൻ്റെ അനുഭവിച്ചു. പിറ്റേ ദിവസം മമ്മിയും പപ്പയും വിചാരിച്ചു, ഈ കുഴി ഇനി അവിടെ കിടന്നാൽ അതിൽ വീണ്ടും കുഞ്ഞ് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കുറേ മണ്ണ് ചുമന്ന് കൊണ്ടുവന്ന് ഈ കുഴിയിലിട്ട് നിരത്തി ആ കുഴി നികത്തി കഴിഞ്ഞു.
പിറ്റേ ദിവസം അത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് വീണ്ടും കളിക്കാൻ അവിടെ വന്നു. കുഞ്ഞ് കളിച്ചു, ഓടിച്ചാടി ഈ കുഴിയുടെ മീതെ കൂടി കളിച്ചു നടന്നു. കുഞ്ഞിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. കുഞ്ഞിന് ഒരപകടവും പറ്റിയില്ല. ഇതിൽ ഏത് പ്രവൃത്തിയിലാണ്? ആദ്യത്തെ ദിവസം കുഞ്ഞ് വീണപ്പോൾ കുഞ്ഞിനെ വാരി പുണർന്ന് സ്നേഹം അനുഭവിപ്പിച്ചു. രണ്ടാമത്തെ ദിവസം കുഞ്ഞ് വീഴാതിരിക്കാൻ കുഴി മൂടി. ഇതിൽ ഏത് പ്രവൃത്തിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ കുടികൊള്ളുന്നത്? കണ്ടോ? ആദ്യത്തെ പ്രവൃത്തി മാതാപിതാക്കൾ അത് ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ കുഞ്ഞിന് കഷ്ടപ്പാടുണ്ടായത്. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്നാൽ അതിനേക്കാൾ ഉപരി സ്നേഹം രണ്ടാമത്തെ പ്രവൃത്തിയിലാണ്. കുഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞ മാതാപിതാക്കൾ അവരുടെ ചുമതല പ്രകാരമുള്ള നീതി അവിടെ നടത്തി ആ കുഴി മൂടി. കുഞ്ഞിന് ഒന്നും പറ്റിയില്ല. പക്ഷേ ഇവിടെ ഈ ഉത്തരത്തിൽ വലിയൊരു അർത്ഥമുണ്ട്. ഇതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ദൈവത്തിൻ്റെ നീതിയെ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ നീതിയെ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ സംരക്ഷണത്തെ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വഴിയിൽ പോകുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ദൈവം ഉടനെ അവിടെ ഇടപെട്ടു, അപകടം ഒഴിവാക്കി. നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ മനസ്സിലായിരുന്നേനെ? ഒരു അപകടം ഒന്ന് പതുക്കനെ മുട്ടിയിരുന്നെങ്കിൽ കർത്താവേ ദൈവം രക്ഷപ്പെടുത്തി, ഇപ്പം ചക്രം ഒന്ന് പോയേ ഉള്ളൂ, കുഴപ്പമില്ല, എന്നാലും ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ ദൈവം അതുപോലും അനുവദിക്കാതെ, ഒരു പോറൽ പോലും ഏക്കാതെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നീതിയെ അറിയുന്നില്ല. നീതി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവമാണ് നമ്മളെ അവിടെ സംരക്ഷിക്കുന്നത്. ദൈവമാണ് നമ്മളവിടെ കാത്തു പരിപാലിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. നമ്മളറിയാതെ നമ്മളെ താങ്ങി നിൽക്കുന്ന കരങ്ങൾ, നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന സംരക്ഷണം നമ്മൾക്ക് ചുറ്റുമുണ്ട്. 91 സങ്കീർത്തനം എല്ലാവരും ഉറങ്ങണേക്ക് മുമ്പ് എന്നും പാടി ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ രാവിലെ. പക്ഷെ അത് 91 സങ്കീർത്തനം പാടിയത് കൊണ്ട് സംരക്ഷണം കിട്ടണമെന്നില്ല. അത് പാടാണ്ട് തന്നെ, അല്ലെങ്കിൽ അതിലെഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയുടെ വലിയ പ്രഖ്യാപനമാണ്. ആ നീതി നമുക്ക് ചുറ്റും ഉണ്ട്. ഒന്ന് പാടിയേ 91 സങ്കീർത്തനം. കർത്താവാണെൻ സങ്കേതവും എൻ കോട്ടയും, ഞാൻ ആശ്രയിക്കുമെൻ ദൈവവും, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ ഞാൻ വസിക്കുന്നു, സർവശക്തന്റെ തണലിൽ ഞാൻ വസിക്കുന്നു. കർത്താവാണ് സങ്കേതവും എൻ കോട്ടയും, രക്ഷിക്കും വേടന്റെ കെണിയിൽ നിന്നും മാരകമാം മഹാമാരിയിൽ നിന്നും, രക്ഷിക്കും വേടന്റെ കെണിയിൽ നിന്നും മാരകമാം മഹാമാരിയിൽ നിന്നും, തൻ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും, ചിറകിൻ കീഴിൽ അഭയം ലഭിക്കും. മതി. ഇങ്ങനെ കണ്ടോ, ഈ പറഞ്ഞ കാര്യമല്ലേ, നമ്മളെ ചിറകിൻ കീഴിൽ കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം, സംരക്ഷിക്കുന്ന സ്വഭാവം. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ അദൃശ്യമായ, ഇത് നമ്മൾക്ക് അല്പം പോലും ദൃശ്യമാവില്ല, വളരെ അപൂർവം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 കാര്യം പറഞ്ഞത് എന്താ? ഒന്ന്, പാപം നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നത്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ആധിപത്യം. ഈ ആധിപത്യം എന്ന വാക്ക് വളരെ നല്ലൊരു വാക്കാണ്. മലയാളം ബൈബിളിലാണ് അത് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. മറ്റൊരു ട്രാൻസ്ലേഷനിലും അത്ര മനോഹരമായിട്ടത് മനസ്സിലാവില്ല. ഇത് വളരെ എളുപ്പം മനസ്സിലാവാൻ. ആധിപത്യം, നമ്മളിൽ ചില ദുസ്വഭാവങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ട്? ആ പാപം നമ്മളിൽ ആധിപത്യം പുലർത്തുന്നു.
അതുകൊണ്ട് അത് നമ്മളിൽ നിലനിൽക്കുന്നു. പക്ഷേ അതിൻ്റെ ആധിപത്യം നമ്മൾ അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കും? നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ആധിപത്യത്തിന് കീഴിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ആധിപത്യത്തിലൂടെയുള്ള കൃപാവരം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ പാപത്തിൻ്റെ ആധിപത്യം നമ്മളിൽ നിന്നും അകലുന്നു. ഇത് വളരെ വലിയ രഹസ്യമാണ്. ഇതാണ് ഈശോ പൗലോസ്ലിയോട് പറഞ്ഞത്, നിനക്ക് എൻ്റെ കൃപ മതി. പൗലോസ്ലിയുടെ ലേഖനത്തിൽ നമ്മൾ കേട്ടു, വിശ്വാസം വഴി കൃപയാലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു പോകരുത്, നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട എന്ന് ചിന്തിച്ചു പോകരുത്. നമ്മുടെ സഹകരണം കൂടാതെ കൃപ നമ്മിലേക്ക് ഒഴുകയില്ല, നമ്മളുടെ സഹകരണം കൂടാതെ. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ അതിനുവേണ്ടിയാണ് നമ്മൾക്ക് എല്ലാ കൂദാശകളുമുള്ളത്. അപ്പോൾ വിശ്വാസം വഴിയാണ്, വിശ്വാസമുള്ളവന് മാത്രമേ കൂദാശയുള്ളൂ. കൂദാശ ആർക്ക് വേണ്ടിയുള്ളതാ? കൂദാശ ആർക്ക് വേണ്ടിയുള്ളതാ? വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മാമോദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും അതുപോലെ തന്നെ വിവാഹത്തിലൂടെയും ആ കൂദാശകളിലൂടെയാണ് നമ്മിലേക്ക് കൃപ ഒഴുകുന്നത്. അപ്പോൾ കൂദാശയുടെ നിർവചനം എന്താ? കൂദാശയുടെ നിർവചനം എന്ന് പറഞ്ഞേ, വാട്ട് ഈസ് എ സാക്രമെന്റ്? എന്താ കൂദാശ എന്ന് പറഞ്ഞാൽ? അദൃശ്യമായ കൃപാവരത്തിൻ്റെ ദൃശ്യമായ അടയാളം. എന്താ കൃപ എന്ന് വെച്ചാൽ? ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപ എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യം, കൃപ, കൂദാശ, ആ ദൃശ്യമായ അദൃശ്യമായ ദൈവകൃപ അദൃശ്യമാണ്. ആ അദൃശ്യമായ ദൈവകൃപ ഓരോരുത്തരിലേക്കും ദൃശ്യമായി പ്രവഹിക്കുന്നത് കൂദാശയിലൂടെയാണ്. എന്നാൽ അത് വിശ്വാസം വഴിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മളും പ്രത്യേകിച്ച് കത്തോലിക്കരും മറ്റ് ക്രൈസ്തവ വിഭാഗക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ഡിസ്പ്യൂട്ട് ഈ പോയിന്റിലാണ്. അവർ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ തലയിൽ അടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, കൃപ മതി, വിശ്വസിച്ചാൽ മതി. എഴുതിയേക്കുന്നുണ്ട്, വിശ്വസിച്ചാൽ കൃപ മൂലം രക്ഷിക്കപ്പെടും. പക്ഷെ കൃപ മൂലം രക്ഷിക്കപ്പെടും എന്നുള്ളത് സത്യമാണ്. പക്ഷെ കൃപ ഒഴുകാനായിട്ടുള്ള കൃപയുടെ അരുവി വേണ്ടേ? കൃപയുടെ അരുവിയില്ലാണ്ട് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക? കൃപയുടെ അരുവി എവിടെയാണ്? കൃപയുടെ അരുവി എന്താ? കൂദാശകളാണ്. ആ കൂദാശകളിലൂടെയാണ് ആ കൃപാവരം നമ്മിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ ആ കൂദാശകളെ തിരസ്കരിക്കുമ്പോൾ നമ്മൾ കൂദാശകളെ തിരസ്കരിക്കുമ്പോൾ കൃപാവരത്തിൻ്റെ ആ നീർച്ചാലിനെ നമ്മൾ തിരസ്കരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ആശയം അങ്ങനെ വന്നെന്നുള്ളൂ. പക്ഷെ അത് വിശ്വാസത്തിൽ വളരണം, വിശുദ്ധിയിൽ വളരണമെങ്കിൽ കൃപയുടെ ഈ എല്ലാ കൂദാശകളിലും നമ്മൾ വിശ്വസിക്കുകയും ആ കൂദാശകൾ അനുഭവപൂർണ്ണം, അത് ഇനി നമ്മൾ നാളെ മറ്റന്നാളെല്ലാം അതിനെക്കുറിച്ച് പറയാം. കൂദാശകളിലൂടെയുള്ള ആ വിശുദ്ധീകരണം, അതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിൽ വരുന്നത്. വിശുദ്ധ കുർബാന സാധാരണ രീതിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടാൽ മാത്രം പോരാ. വിശുദ്ധ കുർബാനയിൽ പൂർണ്ണ വിശ്വാസത്തോടും അതിൻ്റെ ഓരോ ഘടകങ്ങളിലും ഉള്ള രഹസ്യങ്ങളെ അനുഭവിച്ചുകൊണ്ട് ആ കൂദാശ അനുഭവിക്കുമ്പോഴേ കൃപാവരം കൊണ്ട് നമ്മൾ നിറയുള്ളൂ. അപ്പോൾ അത് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്ന വലിയ ഒരു രഹസ്യം. ഓൾറൈറ്റ്, അപ്പോൾ കൂദാശകളിലൂടെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നു. ഇനി ഉടമ്പടിയുടെ ആരംഭം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ രക്ഷാകരമായ പദ്ധതി ഉടമ്പടി പ്രകാരം ദൈവം എന്നാണ് തയ്യാറാക്കിയത്? എന്നാണ് ദൈവം ഈ ഉടമ്പടി നമുക്ക് വേണ്ടി തയ്യാറാക്കിയത്? ഈ രക്ഷാകര പദ്ധതി എന്നാ നമുക്ക് വേണ്ടി തയ്യാറാക്കിയത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ആദ്യത്തിൻ്റെ വീഴ്ച ഒരു ഉത്തരം. ഇനി
ജലപ്രളയത്തിന് ശേഷം. അത് ഉടമ്പടിയെക്കുറിച്ച് കർത്താവ് രക്ഷാകര പദ്ധതി എന്ന് തയ്യാറാക്കി. ഓഹോ, എഫേസ്യർ ആദത്തിന് പാപം ഉണ്ടായപ്പോലെ. ഓക്കെ, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം 4-ാമത്തെ വചനം. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഉണ്ടോ? എന്നാണ് തിരഞ്ഞെടുത്തത്? എന്നാണ് ഈ രക്ഷാകര പദ്ധതി ഉണ്ടാക്കിയത്? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. മനസ്സിലാക്കണം, നമ്മളെപ്പോഴും നമ്മളുടെ ചിന്തയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കർത്താവ് ചെയ്ത ഉടമ്പടിയെക്കുറിച്ചൊക്കെ നമ്മൾ ചില കണക്കുകൂട്ടലുകൾ നടത്തുക. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം അതീതമായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് ഏശയ്യായിൽ പറയുന്നത് 55:8 എൻ്റെ ചിന്തകൾ നിന്റെ ചിന്തകൾ പോലെയല്ല. എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തകൾ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചും വരെ. എന്നാൽ ആ ചിന്തകളെല്ലാം ഏതുപോലെയാണ്? അതെല്ലാം ഭൂമി പോലെ താഴ്ന്നു കിടക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകളോ ആകാശം പോലെ ഉയർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ ഒരുപക്ഷെ നമ്മളിലേക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവ് നമുക്കിതെല്ലാം വെളിപ്പെടുത്തി തരും. അതാണ് പടിപടിയായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ കണക്ക് കൂട്ടലുകളിലും നിലനിൽക്കാതെ ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ നീങ്ങണം. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, മാനവരാശിയെ രക്ഷിക്കുന്നതിനുള്ള പദ്ധതി, ദൈവം പ്രപഞ്ചത്തിൻ്റെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. എന്തുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം ഈ പദ്ധതി ഉണ്ടാക്കിയത്? ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിന് അറിയാമായിരുന്നു മനുഷ്യൻ്റെ ഈ അവസ്ഥയും ഈ ലോകാന്ത്യം വരെ നടക്കാൻ പോകുന്ന സംഭവം ദൈവത്തിന് അറിയാം. മനസ്സിലായോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? അറിയാം. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം ഈ പദ്ധതി ഉണ്ടാക്കി. എന്നിരുന്നാലും ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സർവ സ്വാതന്ത്ര്യവും ദൈവം കൊടുക്കുകയാണ്. അവരെ ഒരു സ്വർണ്ണക്കൂട്ടിൽ ഇടുകയല്ല ചെയ്യുന്നത് ദൈവം, എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുകയാണ്. ഒരു പക്ഷിയെ നമ്മൾ പിടിച്ച് അതിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മനോഹരമായ കൂടെല്ലാം ഉണ്ടാക്കി കൊടുത്താലും പക്ഷിക്ക് ഇഷ്ടാവോ? പക്ഷിക്ക് എന്ത് വേണം? അതിന് പറന്നിങ്ങനെ വിശാലതയിലേക്ക് പറന്നുയരാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ അത് പറന്നു വരുമ്പോൾ നമ്മുടെ കൈവിട്ട് പോയി. പറന്നു വരുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ കൈവിട്ട് പോയി. എന്ന പോലെ ദൈവം മനുഷ്യന് സർവ സ്വാതന്ത്ര്യവും നൽകി സൃഷ്ടിച്ചു. ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും സൃഷ്ടി സമയത്ത് മറ്റുള്ളതിനേക്കാൾ ഏറ്റവും വ്യത്യസ്തമായ ഒരു സ്വഭാവവും ഡിഗ്നിറ്റി, അന്തസ്സും നൽകിക്കൊണ്ട് അവനിൽ ദൈവം തൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചതും നമ്മൾ മനസ്സിലാക്കി. ദൈവം നൽകിയ ഈ ആത്മാവിനെ, ആ മനുഷ്യനെ ഇനി ദൈവത്തിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ദൈവം മുൻകൂട്ടി തന്നെ പദ്ധതി ചെയ്തത്, ഞാൻ ഇത്രയും വലിയ ഒരു സാധനം ഇവനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ഇവൻ അത് നശിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി നശിപ്പിക്കാതിരിക്കാൻ ഉള്ള എല്ലാ പദ്ധതികളും ചെയ്യാം. ഇനി അവൻ ബൈ ചാൻസ് നശിപ്പിച്ചാൽ എന്ത് ചെയ്യണം?
പിന്നെ അതിനെ വീണ്ടെടുക്കാനും ഉള്ള പദ്ധതി ദൈവം തയ്യാറാക്കി. ആ പദ്ധതിയാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ആദത്തിനും ഹവ്വയ്ക്കും ദൈവം എല്ലാവിധ സ്വാതന്ത്ര്യവും സ്നേഹവും നൽകി. ആ സ്നേഹത്തിൽ നിലനിന്ന കാലഘട്ടത്തിൽ അവർ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു. പക്ഷേ എന്ന് അവർ ആ സ്നേഹത്തിൽ നിന്നും അകന്നുവോ, അതായത് എന്ന് അവർ പാപം ചെയ്തുവോ, അപ്പോൾ അവർ ആ സ്വാതന്ത്ര്യം അവർക്കില്ലാതായി, ആ സ്നേഹമില്ലാതായി, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്ന് അപ്പോൾ അവർക്ക് അവരിൽ ആ പാപം പെരുകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം നിന്ന് അകലുന്നു, ദൈവത്തിൻ്റെ പ്രസാദവരത്തിൽ നിന്ന് അകലുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസാദവരത്തിൽ നിന്നും അകലാൻ തുടങ്ങിയപ്പോൾ ആ മാനവരാശി മുഴുവനും ദൈവത്തിനെ അറിയാത്തവരായി ആ പാപത്തിൻ്റെ വലിയ ഭീകരതയിലേക്ക് കടന്നു. പാപം ചെയ്യുമ്പോൾ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ കൃപാവരത്തെ തിരസ്കരിക്കുന്നതിനാൽ ദൈവം ശിക്ഷിക്കുന്നില്ലെങ്കിലും, ആ സമയത്ത് ഒരുപക്ഷെ ദൈവം നമ്മുടെ പാപം മൂലം ശിക്ഷിക്കുന്നില്ല, പക്ഷെ നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അന്ധകാരം നമ്മൾക്ക് ഈ ശിക്ഷ പോലെ തന്നെയുള്ള ഒരു അനുഭവം. മനസ്സിലായോ? ഇപ്പോ മുടിയനായ പുത്രൻ പിതൃഭവനം വിട്ടുപോയി. ദൈവം അവനെ ശിക്ഷിച്ചൊന്നുമില്ല. ശിക്ഷിച്ചോ? ദൈവം അവനെ ശിക്ഷിച്ചോ? പക്ഷേ അവൻ പിതൃഭവനം വിട്ട് പോയപ്പോൾ അവൻ ദൈവത്തിൻ്റെ കൃപാവരം വിട്ട് പോയി. അവസാനം എന്തുണ്ടായി? അവൻ സർവ്വതും നഷ്ടപ്പെട്ട് പന്നിക്കൂട്ടിൽ പന്നികളോടൊപ്പം ജീവിക്കുന്ന ഒരു ഗതികേടിലേക്ക് വന്നു. അത് വാസ്തവത്തിൽ ഒരു ശിക്ഷ പോലെയാണ്, ഒരു ശിക്ഷ പോലെയല്ലേ, ഒരു നരകീയ അവസ്ഥ. പക്ഷേ ഇത് ദൈവമാണോ ഇതിന് കാരണക്കാരൻ? ദൈവമാണോ ഇതിന് കാരണക്കാരൻ? ദൈവം അവനെ ശിക്ഷിച്ചോ? ഇല്ല. അപ്പോൾ ശിക്ഷ എന്ന് പറയുന്നത്, പാപം മൂലം ഉള്ള ശിക്ഷ എന്ന് പറയുമ്പോൾ, പാപം ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനാൽ, ദൈവത്തിൻ്റെ കൃപാവരത്തെ തിരസ്കരിക്കുന്നതിനാൽ, ആ ദൈവകൃപ നഷ്ടപ്പെട്ട അവസ്ഥയിൽ പാപം മൂലം അവൻ്റെ ജീവിതം മുരടിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ആ മുരടിച്ചു പോകുന്ന അവസ്ഥ തന്നെയാണ് അവനെ സംബന്ധിച്ച് ഒരു ശിക്ഷ. അതൊരു ശിക്ഷ പോലെ തന്നെ അനുഭവിക്കുകയാണ്. ആ ശിക്ഷയിൽ നിന്ന് അവന് എങ്ങനെ മോചനം ലഭിക്കും? അതാണ് ഈ രക്ഷാകര പദ്ധതി. രക്ഷാകര പദ്ധതിയിൽ ഒന്ന്, അവന് പാപത്തിൽ നിന്നും, പാപം മൂലമുള്ള ശിക്ഷയിൽ നിന്നും, പാപത്തിൻ്റെ പരിണതഫലങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും, രണ്ടാമത് പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു സംരക്ഷണവും കൂടി അതിൽ തന്നെ ഉണ്ട്. അതാണ് നമ്മൾ മുൻപ് കേട്ട കൃപയും നീതിയും. കൃപ പാപത്തെ വിശുദ്ധീകരിക്കുന്നത്. പാപത്തെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് നീതിയുടെ കവചം ധരിപ്പിക്കുന്നു. പാപത്തിൽ വീഴാതെ അവനെ ഇനി കർത്താവ് കയ്യിൽ കൊണ്ടുവന്നു.